ജിൻഡോ ക്യാപ്റ്റനായ വീക്ക് ജിൻഡോയ്ക്ക് ഒരു പട്ടം കൊടുത്തിരുന്നു എല്ലാവരും കൂടിയിട്ട്. നമ്മുടെ പവർ ടീമിന്റെ പപ്പറ്റാണ് ജിൻഡോ എന്ന ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതിനേക്കാളും കഷ്ടമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ദിവസമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കഷ്ടത്തിലാണ് ഇപ്പോൾ ഋഷിയുടെ ക്യാപ്റ്റൻസി. അവിടെ പവർ റൂമിന് മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവിടെ ഋഷിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അൻസിബ പറഞ്ഞു കൊടുക്കണം. അൻസിബ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന കീ കൊടുക്കുന്ന അല്ലെങ്കിൽ കീ കൊടുത്തിട്ട് തുള്ളുന്ന പാവയില്ലേ, അതാണ് ഇപ്പോൾ കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞ ഋഷി. സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല, നിലപാടില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെ അൻസിബ് എന്താണോ പറയുന്നത് അത് മാത്രം അനുസരിക്കുന്ന ഒരു പാവം ഋഷി. ഒരു തരത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിന് ഒതുങ്ങാത്ത ഒരു മത്സരാർത്ഥിയായിട്ടാണ് ഇപ്പോൾ ഋഷിയെ തോന്നുന്നത്. പവർ റൂമിലേക്ക് ആരെയൊക്കെ തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിച്ചത് അഭിഷേകും അൻസിബയും ചേർന്നാണ്. അതിനുശേഷം എങ്ങനെ ഗ്രൂപ്പ് തിരിക്കണം എന്നുള്ളത് തെരഞ്ഞെടുത്തതും അവിടെ അൻസിബിയാണ്. ഓരോരുത്തരെ ഏതൊക്കെ ഗ്രൂപ്പിലാക്കണം, അവർക്ക് ഏതൊക്കെ ഡ്യൂട്ടികൾ നൽകണം, എന്തൊക്കെ ഡ്യൂട്ടികൾ അവർ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചത് അൻസിബയാണ്. അൻസിബ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ഋഷി അവിടെ അവതരിപ്പിച്ചു. അതിനുശേഷം പവർ റൂമിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പവർ റൂം മീറ്റിംഗ് നടത്തിയതിനു ശേഷം ഇനി എന്ത് പറയണം, ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് വാതിൽക്ക് വന്ന് അവിടെ അടിമയായിട്ട് നിൽക്കുന്ന ഋഷിയാണ് കാണാനായിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവർ റൂമിന്റെ അടിമ എന്ന് പറയുന്നതിലുപരിയായിട്ട് അൻസിബയുടെ അടിമ എന്ന് തന്നെ പറയേണ്ടി വരും ഋഷിക്ക്. ഒരു ഗെയിമിന് വന്നിട്ട് സ്വന്തമായി ഒരു നിലപാടോ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവോ ഒന്നുമില്ലാത്ത വെറും ഒരു ആളായി പോയല്ലോ ഋഷി എന്ന് കാണുന്ന സമയത്ത് നമുക്ക് സഹതാപം തോന്നാണ്. ഈ ഒരു മത്സരത്തിൽ ഒരുപാട് പേര് ഋഷിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഇക്കാര്യത്തിൽ ഋഷി എന്ന് പറയുന്ന വ്യക്തി വമ്പൻ പരാജയമാണെന്ന് പറയേണ്ടി വരും. അത് ആരെന്ത് പറഞ്ഞാലും അത് അപ്പാടെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മനസ്സിലേക്ക് എന്ത് വിഷവും കുത്തിവെച്ച് കൊടുക്കാവുന്ന, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയാണ് ഋഷി എന്ന് പറയേണ്ടി വരും.